ബിയോണ്ട് വേൾഡ് പൾസ് ഉച്ചകോടിയുടെ ലീഡേഴ്സ് കോൺഫറൻസ് ന്യൂഡൽഹിയിലെ ITC മൗര്യയിൽ നടന്നു. ഇന്നത്തെ കാലഘട്ടത്തിന്റെ സ്പന്ദനം മനസ്സിലാക്കുക എന്നതാണ് ഉച്ചകോടിയുടെ ഉദ്ദേശമെന്ന് സി ഗ്രൂപ്പിന്റെ സ്ഥാപകനും ഉപദേഷ്ടാവും മുൻ രാജ്യസഭാംഗവുമായ ഡോക്ടർ സുഭാഷ് ചന്ദ്ര പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിന്റെ സ്പന്ദനം മനസ്സിലാക്കുക എന്നതാണ് ബിയോണ്ട് വേൾഡ് പൾസ് ഉച്ചകോടിയുടെ ഉദ്ദേശമെന്ന് സി ഗ്രൂപ്പിന്റെ സ്ഥാപകനും ഉപദേഷ്ടാവും മുൻ രാജ്യസഭാംഗവുമായ ഡോക്ടർ സുഭാഷ് ചന്ദ്ര പറഞ്ഞു. ന്യൂഡൽഹിയിലെ ITC മൗര്യയിൽ ലീഡേഴ്സ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിയോണ്ട് എന്നാൽ വേൾഡ് ഈസ് വൺ ആണെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം വസുദൈവ കുടുംബകം എന്ന ഇന്ത്യൻ ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചാനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞു. ഇന്നത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ ലോകം ഒന്നാണ് എന്ന ബിയോണ്ടിന്റെ ആശയം ഉച്ചകോടിയിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഇന്ന് ബിയോണ്ട് എന്ന ആശയത്തിന് വിരുദ്ധമായി യുദ്ധം ആധിപത്യം പുലർത്തുകയാണെന്നും ലോകം ഒരു കുടുംബമാണെങ്കിൽ നമ്മൾ ഒരു കുടുംബത്തെ പോലെയാണോ പെരുമാറുന്നതെന്നുമാണ് ആഗോള മാധ്യമങ്ങൾ നേരിടുന്ന ചോദ്യമെന്നും ഡോക്ടർ സുഭാഷ് ചന്ദ്ര പറഞ്ഞു. Wars and conflicts are making the headlines and dominating the conversation in these days. These are happening in the contrast to the concept of beyond. Strategic rivalries are shaping alliances and institutions. Narratives are increasingly divided along geopolitical lines, which brings us to the fundamental question for the global media, and that is, if the world is one family, are we behaving like one? That's the major question. Friends, India, until the end of 20th century, wasn't a very significant player in the geopolitical narrative, but today it is. No one can ignore the 1.4 billion strong nation, with not only growing its own economy in domestic terms, which is far better than most of the countries in the world, but it also playing a decisive role in global economy through its talented pool of human resource. ആഗോള ഭൂരാഷ്ട്രത്തിലും സമ്പദ്വ്യവസ്ഥയിലും ഇന്ത്യയുടെ ഉയർച്ച ഡോക്ടർ സുഭാഷ് ചന്ദ്ര ചൂണ്ടിക്കാട്ടി. വിവരങ്ങളുടെ അമിതഭാരവും സോഷ്യൽ മീഡിയയും നിറഞ്ഞൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ബിയോണ്ട് പോലുള്ള മാധ്യമങ്ങൾ കാഴ്ചക്കാർക്ക് വ്യക്തവും സത്യസന്ധവുമായ വാർത്തകൾ നൽകുന്നതിൽ ഉത്തരവാദിത്വം വഹിക്കുന്നത്. നയതന്ത്രജ്ഞരടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്ത ഉച്ചകോടിയിൽ ബിയോണ്ട് പോലുള്ള വിശ്വസനീയമായ വേദികൾ നയതന്ത്രത്തിന് ആവശ്യമാണെന്ന് ഡോക്ടർ സുഭാഷ് ചന്ദ്ര വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.